സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ഇന്നലെയും വടക്കൻ ജില്ലകളിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്നലെ അവധി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ മഴ ഒന്ന് കുറയുമെന്നുള്ള സൂചനയൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മഴയിൽ അല്പം കുറവുണ്ട് എങ്കിൽ പോലും വടക്കൻ ജില്ലകളിൽ കാര്യമായ തരത്തിൽ മഴ പെയ്യുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കുറയും. നേരത്തെ പറഞ്ഞതുപോലെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റടിക്കും എന്നും വ്യക്തമായിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം അങ്ങനെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം അത് വളരെ കൃത്യമായി പോകുന്നുമുണ്ട്. ഇന്നലെയും ഇനിയും നമുക്ക് ശക്തമായ മഴ പെയ്തു റെഡ് അലേർട്ടിൻ്റെ ഭാഗമായി. ഇന്നിപ്പോൾ കുറഞ്ഞു വരുമെന്നാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഡാനി നിൽക്കുന്ന കൊച്ചിയിൽ, എറണാകുളത്തും ഇന്ന് രാവിലെ മഴ കാര്യമായി ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? രഞ്ജിത്ത്, മഴയ്ക്ക് ഒരു ശമനം, ഒരു താൽക്കാലികമായ ഒരു ശമനം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. പൊതുവെ വടക്കൻ കേരളത്തിൽ മഴയുടെ ഒരു പ്രഭാവം അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിലും മറ്റിടങ്ങളിലേക്ക് വരുമ്പോഴേക്കും മഴയുടെ തീവ്രത കുറയുമെന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാളുള്ള ആ മഴ മുന്നറിയിപ്പുകളിലെല്ലാം തന്നെ മറ്റു ജില്ലകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്തേക്കൊക്കെ എല്ലാം തന്നെ വരുമ്പോഴേക്കും ഇന്നലെ എല്ലാം താരതമ്യേന നല്ല രീതിയിലുള്ള ഒരു മഴ പെയ്ത്തായിരുന്നു രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഈ സമയം എത്തുമ്പോഴേക്കും ഇന്നലെ ഉച്ചയോടുകൂടി ശക്തി കുറയുകയും രാത്രിയോടുകൂടി ഏതാണ്ട് ശമിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. ഇന്നും അതേ ഒരു രീതിയിൽ തന്നെ പോകുന്നു. ഇന്നിപ്പോൾ വളരെ തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് എറണാകുളം ജില്ലയിലെ പൊതുവെയും അനുഭവപ്പെടുന്നത്. മറ്റേ മധ്യ കേരളത്തിലും അങ്ങോട്ട് പോകുമ്പോഴും എല്ലാം തന്നെ ഈ രീതിയിൽ ഒരു താൽക്കാലികമായ ഒരു ശക്തി കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും മഴക്കാലമാണ്, ഇത് അറിയിപ്പുകളിൽ മാറ്റമുണ്ടാകാം. ലക്ഷദ്വീപിൻ്റെ മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസവും കാര്യങ്ങളും എല്ലാം തന്നെ അതിൻ്റെ ഒരു തീവ്രത താൽക്കാലികമായിട്ട് അതിൻ്റെ ഒരു കുറച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ്. ഏതായാലും ജില്ലയിലും എറണാകുളത്തേക്കൊക്കെ വരികയാണെന്നെങ്കിൽ മധ്യ കേരളത്തിലും വരികയാണെങ്കിൽ എടുത്തിട്ടുള്ള ഒരു മുൻകരുതൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നീരൊഴുക്ക നദികൾ വളരെ ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ ഇടുക്കി പോലുള്ള ഇടങ്ങളിലെല്ലാം തന്നെ മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത അതിശക്തമായ മഴയും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു നീരൊഴുക്ക് താഴേക്ക് വരുമ്പോൾ പുഴകളിലെ നീരൊഴുക്കെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭൂതത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് അതിൻ്റെ ഒരു ജലനിരപ്പിൻ്റെ അതിൻ്റെ ഒരു വ്യതിയാനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷട്ടറുകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരങ്ങളിലുള്ളവരോടക്കം ഈ രീതിയിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊച്ചിയിൽ വരുമ്പോഴേക്കും തീരമേഖലകളാണ് കൂടുതൽ അതിൻ്റെ ഒരു രൂക്ഷത അറിയുന്നത്. അതിൽ പശ്ചിമ കൊച്ചിയുടെ കടൽഭിത്തി ഇല്ലാത്ത മറ്റ് മേഖലകളെല്ലാം തന്നെയുണ്ട്. വൈപ്പിനടക്കമുള്ള മേഖലകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന രീതിയിൽ കടൽ കയറാനുള്ളൊരു സാധ്യതകൾ ഇന്നലെ എല്ലാം തന്നെ കൂടുതലായിരുന്നു. പക്ഷേ മണൽവാടയും മറ്റും കെട്ടി പ്രതിരോധം എല്ലാം തന്നെ ഉയർത്തിയൊരു പരിധിവരെയും എല്ലാം തന്നെ അത് തടുത്തു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു രൂക്ഷതയിലേക്ക് ഈ ദിവസങ്ങളിൽ അത്രയും തന്നെ കടന്നിട്ടില്ല. പക്ഷേ വരാനിരിക്കുന്ന ദിവസങ്ങൾ മഴ കടുക്കുമെന്ന മുന്നറിയിപ്പ് എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് മുന്നൊരുക്കങ്ങളുടെ ഒരു സമയമായിട്ടും വിശകലനങ്ങളുടെ വിലയിരുത്തലിൻ്റെ ഒരു സമയമായിട്ടും ജില്ലാ ഭരണകൂടം ഇതിനെ മാറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴപ്പെയ്ത്തിൽ ചെറിയ രീതിയിലുള്ളൊരു കാറ്റുമെല്ലാം തന്നെ അനുഭവപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭീഷണി പലയിടത്തും തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ശക്തമായ മഴ മൂലം KSRTC ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെല്ലാം ബസ് സ്റ്റാൻഡുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ഇന്നിപ്പോൾ താരതമ്യേന കുറച്ച് ശാന്തമാണ്. പൊതുവിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇടയ്ക്ക് മഴ അതിശക്തമായി തുടരുന്ന മഴ പെയ്ത്തിനിടയിൽ ഇങ്ങനെയുള്ള ചില പുലർച്ചകളെല്ലാം കുറച്ച് ആശ്വാസമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.